ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ കണ്ട പോലെ ഗെയിം സ്റ്റേഷൻ്റെ ഒരു കാർ ഡീലർഷിപ്പ് ഗൈസ്. ഫോർ എ ചേഞ്ചാണ് നമ്മൾ കളി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാം. ബോറാവാൻ ചിലപ്പോൾ ഇത്തിരി സാധ്യത കൂടുതലാണ്, കാരണം ഇതൊരു ഒരു വെറൈറ്റിക്ക് ഞാൻ നോക്കിയതാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ടൊന്നും ഇല്ല ഗൈസ്, വെറുതെ ജസ്റ്റ് ഫോർ എ ഫൺ ഒന്ന് അന്വേഷിക്കാൻ നോക്കുക, കാണാൻ അത്രമാത്രം ഒരു കാർ ഡീലർഷിപ്പ് ഗെയിം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വാച്ച് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ഐബ്രോഡ് ഉണ്ട്, കാർ മാർക്കറ്റ് അങ്ങനെ ഉണ്ട്. വെറുതെ കാർ നോക്കുക, സെല്ല് ചെയ്യുക, അത് നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാവശ്യം കണ്ടതിൽ എനിക്ക് മസ്താങ് കിട്ടും, അത് വാങ്ങിക്കാൻ വരികയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. എല്ലാം ഒരു സെയിം മെത്തോളജിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നൈബ്രോഡിൽ വന്ന് ഈ സെല്ലറിനോട് സംസാരിച്ചു, എന്താണ് ആളുടെ വില പറഞ്ഞു. അപ്പം 3033 രൂപ എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കുറച്ച് ഫണ്ട് അതിലുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത് ബൈ ചെയ്തു. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാറ് വേണ്ടേ, അതുകൊണ്ട് നമ്മൾ കാറ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് റിവാർഡ് പോയിൻ്റ് കാറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കാർ ഡീലർഷിപ്പിൽ കൊണ്ടുപോകാം. നമുക്കിപ്പോൾ ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ കാണുന്ന ഒരു എംബ്ലം പിടിച്ചേക്കാം. അപ്പോൾ ഇതിലൂടെ നോക്കി, ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ട്രക്കിനെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം എന്തായാലും ട്രക്ക് ത്രൂ തന്നെ ഡെലിവറി എടുത്തേക്കാം. എന്തായാലും ട്രക്കൊക്കെ വന്ന് നമ്മുടെ സാധനങ്ങൾ ഫുൾ ഓവർ ചെയ്ത് സാധനം കയറ്റി സീനാക്കി കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഇതിപ്പോൾ നമ്മളെന്തായാലും എന്താ വിശ്വാസം നമ്മുടെ ഡീലർഷിപ്പിൽ എത്തുമെന്ന്, എത്തിയായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ നൈബ്രോഡിലേക്ക് നിൽക്കണം. നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ കഥ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തിനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാറ് നമുക്ക് ചോദിച്ചു നോക്കാം, ഇവൻ്റെ റേറ്റ് എന്താടാ നിൻ്റെ കാറിൻ്റെ റേറ്റ്, കുറച്ചൊക്കെ തരുമോ, ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ടൊരു കുറച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 4000 സംതിങ്. ഓക്കെ, അവൻ സമ്മതിച്ചു. നമ്മുടെ ബാർഗെയിനിങ്ങിൽ അവൻ വീണു ഗൈസ്. എടാ മോനെ, ഞാൻ നിന്നെ പറ്റിച്ചതാടാ. അല്ല പിന്നെ ഈ കാരണത്തിലൂടെ മേലെ കിട്ടും, നീ മണ്ടനായി പോട്ടെ. എന്തായാലും നിൻ്റെ കാർ കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ കാർ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് മേലെ നീങ്ങാം. മറ്റേ കാർ എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കാർ പിടിഞ്ഞ് ഡീലർഷിപ്പിൽ കൊണ്ടുപോകുന്നു, വിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കൂടുതലൊന്നും ചെയ്യാനും ഒന്നും ഇതിൽ കാണുന്നില്ല. ആകെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണിത്. വെറുതെ ടൈം പാസിന് നമുക്ക് തട്ടീശ പണി കിട്ടി. ഇതിപ്പോൾ കുറച്ച് ഡാമേജസ് ആവും. ഇതൊക്കെ ആരും വാങ്ങിക്കുക ഗൈസ്. ചേടാ, എൻ്റെ റാഷ് ഡ്രൈവിങ് ആയിപ്പോയില്ല ഗൈസ്. സീനില്ല. നമുക്ക് എന്തായാലും ഇനിയും കുറേ വണ്ടികളൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ, അപ്പോഴേക്കും നമുക്ക് റെഡിയാക്കാം. ഇത് ഫസ്റ്റത്തെ ഒരു ട്രയൽ. ഇതൊരു ഷോക്കാണ് ഗൈസ്. തൊട്ടങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ വെക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിന് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയണം. നമുക്ക് എന്തായാലും ഇനി ഏകദേശം ഒരു ലെവലാക്കി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊട്ടിയൊരു കാർ ഓൺ സെയിലുണ്ട്, അപ്പോൾ സെയിലിനിടാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇത്ര രൂപ, ഒരു 300 സംതിങ് മതി, നോക്കാം. ഒരു 300 കുറച്ച് കൂട്ടണം, വേണ്ട ഇത്ര രൂപയിലൊന്നും നമ്മൾ സാധനം ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു വണ്ടീനെയും കൂടി നമുക്ക് സെയിൽ ചെയ്യാൻ നോക്കി നോക്കാം. നമുക്ക് ഇതിനും വല്ലാണ്ട് പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും ഏകദേശം കുറച്ച് പ്രോഫിറ്റ് കൂടിയിട്ടുന്ന രീതിയിൽ നമുക്ക് വിൽക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 വിറ്റാലോ, 400 സംതിങ്. അപ്പോൾ എന്തായാലും നമ്മളിതിന് സാധനം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ക്ലോസിലാണ് കിടക്കുന്നത്. വെറുതെ അതിൻ്റെ ഇൻറ്റിമേഷൻ നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാം. തള്ളി തുറക്കുക ഗൈസ്. അല്ല പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സെറ്റപ്പ് ഇതാട്ടോ, നമുക്കൊരു ഡെസ്ക്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് വന്ന് ഇരിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. വേറെ ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് കയറി ഇരിക്കാം. ആൾക്കാർ പറഞ്ഞു മാറ്റത്തില്ല, ആൾക്കാരെത്തി. എൻ്റെ ദൈവം ജനസാഗരം ഇരിക്കും നമ്മുടെ വണ്ടികൾക്കൊക്കെ. ഇവനൊക്കെ നല്ലൊരു റേറ്റ് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നി, ഇവന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, പൊട്ടിമുളച്ച് വരുവാണോ. നമ്മുടെ ഫാൻസാണ് ഗൈസ് വണ്ടികളുടെ. ഇതിൽ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവന്മാരുടെയൊക്കെ റേറ്റിങ് അറിയണം. ഒരുമാതിരി ഇനി ഊള റേറ്റ് പറയും ഇവന്മാരൊക്കെ. നമുക്ക് എന്തായാലും ഇനി ഓരോരുത്തന്മാരുടെ റേറ്റ് നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാം. ഇതിൽ 2 പേര് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തനോട് നമ്മൾ ചോദിക്കും, ഭയങ്കര സ്വർണ്ണം എന്നൊക്കെ ഇട്ടിട്ടുള്ള നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അവനോട് നമ്മൾ റേറ്റ് ചോദിക്കുന്നുണ്ട്. ഇവൻ നല്ല രീതിയിലൊരു റേറ്റ് നമ്മൾക്ക് അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ബാർഗെയിനിങ് ആഡൊന്നും കാണാനുള്ള നേരുന്നില്ല ഗൈസ്, അതൊന്നും വേണ്ട, ബാർഗനിങ് ഒന്നും വേണ്ട. നമുക്കൊന്നെങ്കിൽ റിഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെല്ല് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നല്ലൊരു റേഞ്ച് ആണെങ്കിൽ വല്ലാണ്ട് നമുക്ക് കാശൊന്നും കിട്ടൂല. അത് ഓർക്കുമ്പോഴുള്ളൊരു വിഷമാണ്. എന്തായാലും പോട്ടെ, ചെക്കൻ എന്തായാലും കൊണ്ടുപോട്ടെ. ആദ്യത്തെ സെയിലല്ല, നമുക്ക് ചെറിയ രീതിയിലുള്ള ലാഭയിലും മതി. നമുക്കിതിൻ്റെ ഉള്ളിൽ നഷ്ടമാണോ ലാഭമെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതിൽ ബാഡ് സെയിൽ, ഗുഡ് സെയിൽ എന്നൊക്കെ എഴുതിയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഗുഡ് സെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 രൂപ റിവാർഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഗൈസ്. ആദ്യത്തെ സെയിൽ നമ്മൾ നഷ്ടത്തിലല്ല വിറ്റത്, ഒരു വാട്ട വേണ്ടി നമ്മൾ അവൻ്റെ തലയിൽ കെട്ടി വെച്ച്. അപ്പോൾ എന്തായാലും നമുക്കത് കാശ് ലാഭമുള്ളതുകൊണ്ട് ഇനി നമുക്ക് വേറെ പോയി കാർ വാങ്ങിക്കാം. നമുക്കിനി കാർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാം. അവിടെ മറ്റേ അയിലയും മറ്റൊക്കെ വിക്കാട്ടപ്പാല് വിക്കാട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് ഓഹോ, ഇതാണല്ലേ മാർക്കറ്റ്. ഗെറ്റ് യുവർ ഓൺ കാർ ഗൈസ്. പല ടൈപ്പിൽ പടയ്ക്കുന്ന കാറുകൾ,
എൻ്റെ പൊന്നി ഇത് ഏതൊക്കെയാണ്? ഹോണ്ട സിവിക്കാണത്? അതായത് റാംഗ്ലറോ? ഇത് മറ്റേ ലെക്സസ്. എൻ്റെ പൊന്നി എന്തൊക്കെയോ വണ്ടികളവിടെ കിടക്കുന്നുണ്ട്. ഇതൊന്ന് ടെസ്ലയാ? ഇത് പല വണ്ടികളുണ്ടല്ലോ, പല കളറിൽ. ഇതിലിപ്പോൾ ചാത്തന്മാരാണോ എന്നറിയില്ല. നമ്മുടെ കയ്യിൽ ഫണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8,000 രൂപയുള്ളൂ. 8,000 രൂപയ്ക്കൊക്കെ ഇത് വാങ്ങിക്കാമല്ലേ, എന്ത് വണ്ടി വാങ്ങിക്കുക അവസ്ഥ. വേണ്ട, സിവിക്കാണല്ലോ ഇത്. സിവിക് ഹോണ്ട സിവിക് സെഡാൻ മോഡൽ, ഇയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി വാങ്ങിക്കണോ, ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുകയാണോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു ഫ്രീ അവൈലബിലിറ്റി ഉണ്ട്. നമ്മളെന്തായാലും ഇൻസ്പെക്ട് ചെയ്ത് കുറച്ച് ഡാമേജസ് ഉണ്ട് കാര്യം. പിന്നെ ഡേർട്ടി ഒന്ന് വൃത്തിക്ക് വെച്ചോട്ടോ, വിൽക്കാൻ കൊണ്ടുവന്നല്ലേ, അതുപോലും ചെയ്യാണ്ട് വന്നേക്കവന്മാർ. എന്തായാലും നമുക്ക് ഒന്ന് നോക്കി വെക്കാം എന്താണ് ഇവൻ്റെ കാറിൻ്റെ റേറ്റ് നോക്കുന്നത്. ഓൾമോസ്റ്റ് 14,000 നടക്കില്ല, നമ്മളെല്ലാം കാശുമില്ല. ഓക്കെ ബൈ ചേട്ടാ, നമ്മളെന്തായാലും വേറെ വല്ല കാറ് കിട്ടുമോ നോക്കി നോക്കട്ടെ. റേറ്റ് കുറവിൻ്റെ, നിങ്ങൾക്കൊന്നും റേറ്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് കുറച്ച് തന്നിരുന്നെങ്കിൽ എന്താ പ്രശ്നം. നമുക്ക് എന്തായാലും റേറ്റ് കുറവിൻ്റെ വല്ല കാറ് ഉണ്ടോ നോക്കുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഇയാളോടൊന്ന് ചോദിച്ചു നോക്കാമല്ലോ, എന്താണ് തൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത്. എനിക്ക് വണ്ടിക്കകത്ത് വീണ്ടും 14,000 താല്പര്യമില്ല ഗൈസ്. ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ ഒന്നും വാങ്ങിക്കില്ല. അല്ല പിന്നെ 14,000 രൂപയെ ഒരു വണ്ടിക്കിട്ടേക്കണ റേറ്റാണ്. നമുക്ക് എന്തായാലും ഇതിൽ നോക്കി നിന്നിട്ട് കഥയില്ല. നമുക്ക് എന്തായാലും ബാക്കി വേറെ ഇവനോട് ചോദിക്കാം. ഈ കുഞ്ഞു കാറുകളൊക്കെ നമ്മെ കൊണ്ട് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 8,000 രൂപയ്ക്കൊക്കെ നമുക്ക് താങ്ങുന്ന കാറുകളുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ എന്തായാലും 3,000 ഇറ്റ്സ് പ്രിറ്റി ബെറ്റർ. നമുക്ക് എന്തായാലും മറ്റേ ബാർഗെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രീ ബാർഗെയിനിങ് ഇല്ല ഗൈസ്, സൗകര്യമില്ല ആഡ് കാണാൻ. അല്ല പിന്നെ ഓരോരോ ആഡുകളും കുറേ കാശ് കൊടുത്തിട്ടേക്ക് വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്നും നോക്കിയില്ല, നമ്മളെന്തായാലും പർച്ചേസ് ചെയ്ത് ഗൈസ്. നമുക്ക് ഇനി എന്തായാലും ഇനി വലിയ കാശ് ഓൾമോസ്റ്റ് ഒരു 5,313 നമുക്ക് ബാക്കിയുണ്ട്. എന്തായാലും നമുക്ക് ട്രോൾ ചെയ്യാം. പിന്നെ കാർ നമുക്ക് എടുത്തിട്ട് പോകാം. എന്തായാലും നമുക്ക് കാർ എടുത്തിട്ട് പോകാം. നമുക്ക് കാശ് കളയാനൊന്നുമില്ല. മാക്സിമം കാശ് സേവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക ഗെയിം സ്റ്റേഷൻ ഒരു ഡീലർഷിപ്പ് തന്നെ നമുക്ക് സെറ്റാക്കണം ഗൈസ്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നറിയില്ല, പക്ഷേ മാക്സിമം വിൽ ട്രൈ ഗൈസ്. കസ്റ്റമറോട് വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. ചേട്ടാ നമ്മുടെ വണ്ടിയുടെ ഓരോ ഡിമാൻഡുകളേ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ചേട്ടൻ്റെ കേസ് ഇപ്പോൾ ശരിയാക്കി തരാം. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഈ തട്ടിമുട്ടൊന്നും ചെയ്യല്ലേ ഗൈസ്, തട്ടിയെന്നുണ്ട്. പക്ഷേ ഓരോരോ വലകളെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇയാളോട് ഡീൽ ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഫുൾ ഡാമേജ് ഉള്ള ഗൈസ്. നമുക്ക് നല്ല റേറ്റ് കിട്ടാനാവോ? നമുക്ക് എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ചേട്ടാ നമ്മുടെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4,346 രൂപ തരാൻ താനത് കൊണ്ടേക്കോ. എടാ മോനെ, താൻ ഈ 4,269 രൂപ എന്ന് പറയുമ്പോൾ പൊക്കം ആ വഴി വിട്ടു, കണ്ട വഴി ഓടിക്കും. അല്ല പിന്നെ ഇത്രയും കുറച്ച് തരാനാണെങ്കിൽ പിന്നെ എന്തിനാണോ ഞാൻ ഈ കട തുടങ്ങിക്കൊണ്ടിരിക്കണേ? എനിക്ക് ഫ്രീ ആയിട്ട് തന്നാൽ പോരെ. പിന്നെ നമുക്കെന്തായാലും പ്രൈസ് കൂട്ടിയിടേണ്ട സമയമായി അടുത്ത വണ്ടിയുടെ. നമുക്ക് വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും കുറച്ചൊരു 450-400 മുട്ടിക്കണോ? നമുക്ക് ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കില്ലേ എന്ന് വരെ ഡൗട്ടുണ്ട്. എന്തായാലും ഒരു 400-ൻ്റെ അടുത്ത് ഒരു 395 നമുക്ക് നിൽക്കാം. അപ്പോൾ എന്തായാലും അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേട്ടോയ് കാർ വേണോ? നല്ല സൂപ്പർ കാറാണ്, ചോപ്പ് കാറാണ്, ഇപ്പോൾ പിടിച്ചിട്ടുള്ളൂ. എൻ്റെ ഇപ്പം ഇത് പിന്നെയും കുഴപ്പമില്ല. 4,346 രൂപയ്ക്ക് ആളൊരു 4,206 രൂപ എന്ന് പറയുന്നുണ്ട്. ഇത്ര ഡാമേജ് ഉള്ളതുകൊണ്ട് കൊടുത്തു. നമ്മൾ കൂടുതലും ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല, കാരണം വണ്ടി സീനാണ്. ആ വണ്ടി നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ വിടും. അപ്പോൾ എന്തായാലും അവൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ചേച്ചി വന്നിട്ടുണ്ടല്ലോ. എന്താ ചേച്ചിയെ, വണ്ടി ഇഷ്ടപ്പെട്ടോ? കുഞ്ഞു വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്, വേണമെങ്കിൽ എടുത്തോ. 3,525 ഞാൻ പറയുന്ന റേറ്റ്. 3,485 കുഴപ്പമില്ലാത്ത റേറ്റാണ്. ചേച്ചിക്ക് വേണോ? വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാനും പറ്റാത്ത അവസ്ഥ. അപ്പോൾ കൊണ്ടേക്കോ ചേച്ചിക്ക് ഒന്നും നോക്കാമല്ലോ. ചേച്ചി വണ്ടി എടുത്തോണ്ടേ. അപ്പോൾ നമുക്ക് എന്നിട്ട് 2 വണ്ടി നമ്മൾ വിറ്റു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 3 വണ്ടി ടോട്ടൽ അല്ലേ. ഐ തിങ്ക് ഓൾമോസ്റ്റ് 3 vehicles ഹാവ് ബീൻ സെയിൽഡ് ബൈ us. ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് നമ്പർ. അടിപൊളി. അപ്പോൾ എന്തായാലും സന്തോഷം കണ്ടുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ വരുന്നു, പൊട്ട ഇംഗ്ലീഷ് വരുന്നു ഗൈസ്, ക്ഷമിക്കൂ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും കാർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഏത് കാർ നമ്മൾ ചൂസ് ചെയ്യുമെന്ന രീതിയിൽ നമുക്ക് ഈ കുഞ്ഞ കാറിനെ അവിടെ കൂടുതൽ നോക്കുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. ലാഭമായിട്ട് കുറച്ച് കച്ചവടം ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു 3,021 രൂപയൊക്കെ പറയും. നമുക്ക് ഇനി ബാർഗെയിനിങ് എന്തായാലും നടക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തായാലും ഇവൻ്റെ എനിക്ക് ഈ കാറ് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത കാറുകൾ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വലിയ കാര്യങ്ങൾ പിടിക്കണം, ചെറിയ കാര്യങ്ങൾ നമ്മൾ പിടിച്ചിട്ട് വലിയ കാര്യമില്ല. നീലക്കാറിൻ്റെ ചേട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ കേട്ടോ. നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തതും വിറ്റതും ഈ കാറൊക്കെയാണ് ലാഭം കിട്ടിയത്. അതാണ് നമ്മുടെ ഒരു 3,011 ഇത്തിരി പ്രിറ്റിയാണ്, വാങ്ങിക്കാം. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു കാർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും ഓൾമോസ്റ്റ് ഒരു 9,800 സംതിങ് ഫണ്ട് ഉണ്ട്.
അതിന് മുന്നേ നമുക്ക് ലെവലപ്പായി ഗൈസ്. നമ്മൾ സെക്കൻഡ് ലെവലോട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് റിപ്പയർ ഷോപ്പ് ഓണായി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് റിപ്പയർ ഷോപ്പ് എവിടെയാണെന്ന് കൂടി നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. ഇവിടെ അടുത്ത് എങ്ങാനും ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഓരോ പടിപടിയായിട്ട് കയറുകയാണ്. നമ്മുടെ ഡീലർഷിപ്പിന് ഇപ്പോൾ റിപ്പയർ ഷോപ്പായി ഗൈസ്. എന്ത് വണ്ടി നമ്മൾ നേരത്തെ ഒരു പാട്ട ചുമപ്പ് വണ്ടി ഉണ്ടായിരുന്നില്ല, റിപ്പയർ ചെയ്യാണ്ട് നമ്മൾ ഒരാളെ പറ്റിച്ചത്. എൻ്റെ റാഷ് ഡ്രൈവിംഗ് ആണ് ഗൈസ്, ക്ഷമിക്കൂ ഗൈസ്, മാസ ഡ്രൈവിംഗ് ആണ്. ഞാൻ അങ്ങനെ തിരിക്കാൻ നോക്കിയത് ഒരുമാതിരി മുഞ്ചി തിരിക്കലായിപ്പോയി. ഇറ്റ്സ് ഓക്കെ, നമുക്കിപ്പോൾ റിപ്പയർ ഷോപ്പ് ഉണ്ടല്ലോ, നമുക്ക് എന്തും ചെയ്യാലോ, കാശുണ്ട്, സ്വന്തം ഡീലർഷിപ്പ് ഉണ്ട്, എന്തും കാട്ടാം. പിന്നെ എന്തും വണ്ടി എത്ര തട്ടുമുട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കിയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വണ്ടി നമുക്ക് ഇനി വിൽക്കണം. അപ്പോൾ എന്തായാലും കണ്ടോ, വിൽക്കാൻ നോക്കുമ്പോൾ റിപ്പയർ ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ട്. കുറച്ച് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ഡാമേജ് നമ്മൾ തന്നെ ആക്കിയതാണ് കേസ്. കുഴപ്പമില്ല, ആരോടും പറയണ്ട. നമുക്ക് എന്തായാലും ഇത് റിപ്പയർ ഷോപ്പിൽ കൊണ്ടായിട്ട് റിപ്പയർ ചെയ്യാൻ കൊടുക്കാം. അത് നേരെ കാണുന്നതാണ് റിപ്പയർ ഷോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ കൊണ്ട് നമുക്ക് ഈ വണ്ടി കുത്തി കയറ്റാം. എന്തായാലും റിപ്പയർ ചെയ്യാൻ പോലെ ഏടാ മോനെ കാർട്ടാണ്ട് സിങ്കായി കൊണ്ട് നിർത്തി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് എന്തായാലും ആ പുറത്ത് നിൽക്കുന്ന ആ ഗഡി മോളോട് ചോദിക്കാം, ചേച്ചിയെ ഒന്ന് റിപ്പയറൊക്കെ എന്താ അവസ്ഥ? എൻ്റെ പൊന്ന് ഫുൾ ഡാമേജാ ഈ വണ്ടിയുടെ. ഇനിയിപ്പോൾ ഒന്നും മാറ്റില്ല, പുതിയ വണ്ടി വാങ്ങിക്കേണ്ടി വരില്ല. 350 രൂപ. എന്തായാലും പോയി നന്നാക്ക്, കൂടുതലൊന്നും പറയാനില്ല. ചേട്ടാ വണ്ടി കട്ടപ്പുറത്തായ അവസ്ഥയായി. ഇതിൽ ചേച്ചി അവിടെ നിന്ന് വെൽഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ ചേച്ചി ഇങ്ങനെ മൊത്തം വണ്ടി വെൽഡ് ചെയ്യാതാണെങ്കിൽ ഇത് മറ്റേ പശൊട്ടിച്ച പോലെ ആണല്ലോ, കാറ്റടിച്ചതൊക്കെ പോകും. ഇനി എൻ്റെ പൊന്നെ എന്തായാലും ഈ വണ്ടി എത്രയും പെട്ടെന്ന് വിറ്റ് കയ്യിൽ നിന്ന് ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ പണി പാളും. ചേച്ചിക്ക് പൂര വെൽഡിങ്ങാണ്, ടയറൊക്കെയാണ് ആക്ച്വലി കൊടിക്കുകയാണ് വണ്ടിയുടെ. സൂക്ഷിച്ചൊക്കെ വെൽഡ് ചേച്ചിയെ, സീനാണ് ഈ സ്ഥലമൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കാർ വാഷ് ഉണ്ട്, ഓട്ടോ പെയിൻ്റ് ഉണ്ട്. ഈ കാർ വാഷൊക്കെ നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് കിട്ടാൻ ലെവൽ 4 എത്തണം അല്ലേ. എന്തായാലും കാർ റിപ്പയർ ആയിട്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ വിളി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചേച്ചിയെ കാർ എടുക്കാട്ടോ. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ എന്തായാലും കാർ നമ്മൾ മെല്ലെ എടുത്ത് തിരിച്ചാണ്ട് പോവാം. അധികം തട്ടുമുട്ടൊന്നും ഇനി ഉണ്ടാക്കണ്ട ഗൈസ്. എവിടെ എങ്ങനെ കിട്ടണു? ആ ലെറ്റ്സ് ഡ്രൈവ് ഗൈസ്, ലെറ്റ്സ് ഡ്രൈവ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി മോനെ ഇവിടെ പുറത്തുമ്പോൾ ബാക്കോട്ടും തിരികെ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇല്ല. അപ്പോൾ എന്തായാലും തട്ടിലും മുട്ടിലാണ് മാക്സിമം ഡീലർഷിപ്പിൽ നമുക്ക് ഈ വണ്ടി വിറ്റ് നമ്മളിപ്പോൾ ചിലവാക്കിയ കാശും വാങ്ങിച്ച കാശും റിപ്പയർ ചെയ്ത കാശും നേടിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് നഷ്ടമായിരിക്കും ഗൈസ്. നഷ്ടം എന്ന് വെച്ചിട്ട് നമുക്ക് കച്ചവടം ചെയ്തിട്ട് ഈ കട തുറന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും വണ്ടി സെയിൽ ചെയ്യാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എത്ര രൂപ ഇടേണ്ടി വരും നമുക്ക് നോക്കട്ടെ കേട്ടോ. നമ്മളെന്തായാലും പുണ്യത്തിനല്ലല്ലോ, ലാഭത്തിനല്ലേ നമ്മളെന്തായാലും കച്ചവടം നടത്തണം. നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാക്കിയാലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 800 രൂപ 800 ആയി കഴിഞ്ഞാൽ 46% സെയിൽ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ചിലവാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട് എന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ സാഹചര്യത്തിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഗൈസ്. ഇതൊക്കെ ഇങ്ങനത്തെ ചാത്തം കളി ചെയ്തുകൊണ്ട് കോമഡിയാണ്. നമ്മൾ എവറസ്റ്റിൻ്റെ താഴ്വരയിലാട്ടോ നമ്മുടെ ഈ ഡീലർഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കണേ. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ടേ നമ്മൾ പവർ മാത്രമേ നോക്കിയുള്ളൂ, കാശ് നോക്കിയിട്ടുണ്ട്. വലിച്ച് വരേണ്ട എറിഞ്ഞ് നമ്മൾ ആ ഗെയിം സ്റ്റേഷൻ എന്നുള്ള പേരിൽ ആ ഒരു ഡീലർഷിപ്പ് ഈ ഒരു മലയുടെ വാലിയിൽ കണ്ട് വാങ്ങിച്ച് സെറ്റപ്പ് ആക്കി ഗൈസ്. ഇനി ഓരോന്ന് കാശ് കിട്ടുമ്പോൾ ഓരോന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടിക്ക് നോക്കി ഒരു ഗഡിമം വരുന്നുണ്ട്. ചേട്ടന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, സൂപ്പർ വണ്ടിയാണ്, ഇന്നലെ ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പൊന്നെ എന്താ പെർഫോമൻസ് അറിയാം വണ്ടിയുടെ. നല്ല നീല തിളങ്ങണ കളറാണ്. ഒരു 4495 രൂപയാണെങ്കിൽ തനിക്കത് വാങ്ങിക്കാം, സുഖമായിട്ട് വാങ്ങിക്കാം. താൻ പറഞ്ഞ റേറ്റ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഡീൽ റൈറ്റ്. ഒരു 4378 വേണ്ട ഗൈസ്, നമുക്ക് അവൻ്റെ കച്ചവടം വേണ്ട. നമുക്ക് അവനെ പറഞ്ഞു വിട്ടു ഗൈസ്. നമുക്ക് അപ്പോഴേക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണാം. ഒരു വീടൊക്കെ ഉണ്ട്, കണ്ടെയ്നർ വീടാണ് ഗൈസ്. കാശ് നമ്മൾ കുറേ അവിടെ ഇറക്കിയപ്പോഴേ നമുക്ക് വേറെ കാശില്ലാണ്ടായി. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ വാങ്ങിച്ചാൽ അതിലാണ് ഇപ്പോൾ കഴിയണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ലാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. കുറച്ച് വർക്കൊക്കെ ചെയ്ത് അവിടെ വെച്ചേക്കാണ്, നമ്മൾ അടയ്ക്കാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും വേറെ പണിതിരക്കെ ഉണ്ട്. നമ്മൾ അവിടെ മോനെ ഓടി വരണം നോക്കി കസ്റ്റമേഴ്സ്. ഇത്രയും ഫേമസ് എൻ്റെ ഡീലർഷിപ്പ് ഗെയിം സ്റ്റേഷൻ. ചേട്ടാ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്. എന്തായാലും വണ്ടി നോക്കി കേട്ടോ, സൂപ്പർ വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്നലെ ഇറക്കിയിട്ടുള്ളൂ. നീല കളറാണ്, എവിടെയും കിട്ടില്ല. നമ്മൾ പറഞ്ഞത് 4495 രൂപ മാത്രം. ചേട്ടൻ പറഞ്ഞത് 4000. ഗുഡ് ഡീൽ ചേട്ടാ, ചേട്ടൻ കൊണ്ടുപോയിക്കോളൂ, വണ്ടി കൊണ്ടുപോയിക്കോളൂ. ഇവരെന്താ നടന്നു പോണേ? ഈ വണ്ടി കിട്ടി കഴിഞ്ഞാൽ വണ്ടി പിടിച്ച് കൂടിയിട്ട് നിങ്ങൾക്ക് കോമഡി കേട്ടോ ഇറ്റങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒറ്റ വണ്ടികളിവിടെ ഇല്ല. നമുക്ക് ഇനി വണ്ടി വാങ്ങിക്കേണ്ട സമയമായിരിക്കും. എന്തായാലും ഇനി അടുത്ത വണ്ടി വാങ്ങിക്കുന്നത് ഞാൻ അടുത്ത ദിവസം കാണിച്ച പോലെ. ഓക്കെ ബൈ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർ ബൈ എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റ്സ് വരെ ചിലപ്പോൾ ഒരു ഞാൻ ഗെയിം പ്ലേ ആണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ശരിയാണ്, എനിക്കും കുറേയൊക്കെ ബോറുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് രസം എവിടെയൊക്കെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം, അതനുസരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്.